ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാൻ കാരണം എന്നുള്ളതാണ്. അപ്പോൾ കാർഡ് ഞാനിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ദി ഹീറോഫന്റ്, 10 ഓഫ് സോർഡ്സ്, ക്യൂൺ ഓഫ് വാൻഡ്സ്, ഹെർമിറ്റ്, 7 ഓഫ് സോർഡ്സ്, ഡെവിൽ കാർഡ്, മൂൺ കാർഡ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാൻ കാരണം ഇത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമായിട്ട് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് വളരെ പ്രയാസപ്പെട്ട് കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഒറ്റപ്പെടൽ ദൈവമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തന്നത്. കാരണം നിങ്ങൾ വളരെ ദുർബലരായിട്ടുള്ള വ്യക്തികളായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ കൂടുതൽ ശക്തരാക്കുക എന്നതാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഇഷ്ടമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പല വ്യക്തികളും നിങ്ങളെ ഇവിടെ ചീറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു വന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഇവിടെ ശക്തമായ ആൻസിസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഈ ഒരു ഏകാന്തത നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് ഒരുപക്ഷെ അവർ നല്ല സ്നേഹത്തോടും പരിഗണനയോടും ഒക്കെ ആയിരിക്കാം പെരുമാറുന്നത്. പക്ഷെ അവർ മനസ്സിൽ നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളോട് ഇടപഴകുമ്പോൾ നിങ്ങളിൽ അവരുടെ നെഗറ്റീവ് ഊർജ്ജം പ്രവേശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് പ്രപഞ്ചശക്തി ഈ ഒരു ഏകാന്തത നിങ്ങൾക്ക് തന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ദൈവത്തിന് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒരിക്കലും തളരരുത്. ഈ ഒരു പ്രപഞ്ചശക്തി എപ്പോഴും നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിയാലിറ്റി തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ലക്ഷ്യം തെറ്റി അലയുന്നത് പോലെയുള്ള ഒരവസ്ഥയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തകർന്നു പോകില്ല. കാരണം ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ എപ്പോഴും നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികരും നിങ്ങൾക്കൊപ്പം ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഏകാന്തതയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പലതരത്തിലുള്ള കാര്യങ്ങളാണെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു ഏകാന്തതയിലൂടെ സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു തരത്തിൽ ഒരു വ്യക്തിഗത വളർച്ച നിങ്ങൾ കൈവരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എല്ലാ തരത്തിലും നിങ്ങൾ വളരെ ഒരു ഉയർന്ന ഒരു നേട്ടത്തിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏകാന്തത കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് മാറിക്കിട്ടുന്നതാണ്. ഈ ഒരു ഏകാന്തത ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഇതൊരു യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നതാണ് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.